ഇസ്രാ മിഅ്റാജ്. അസ്രാ എന്ന വാക്കിന്റെ അർത്ഥം രാത്രി യാത്ര ചെയ്യുക എന്നാണ്. അസ്രാ നൈറ്റ് ജേർണി എന്ന് പറഞ്ഞു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റെയറുകൾക്ക്, കോവണിപ്പടികൾക്ക് മിഅ്റാജ് എന്ന് പറയും. അറബിയിൽ 2 വാക്കുകളാണ് കോവണിപ്പടികൾക്ക് പറയാം. ഒന്ന് ദറജാത്ത്, മറ്റേത് ദറഖാത്ത്. ദറജാത്ത്, അല്ലാഹു മുഅ്മിനീങ്ങളെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുന്ന. ദറജാത്ത് എന്ന് പറഞ്ഞാൽ മേലോട്ടുള്ള വഴികൾക്കാണ്, മേലോട്ടുള്ള സ്റ്റെപ്പുകൾക്ക് ദറജാത്ത് എന്ന് പറയും. കാഫിരീങ്ങളെ അല്ലാഹു ദറഖാത്തിലേക്ക് താഴ്ത്തുന്ന, അത് താഴേക്ക് പോകുന്ന സ്റ്റെപ്പുകൾക്കാണ് ദറഖാത്ത് എന്ന് പറയാം. അറബ് ഭാഷയുടെ അത്ഭുതമാണ്. ജ എന്ന ശബ്ദം ദറജാത്ത്, ദറഖാത്ത്, ഖായും ജായുമുള്ള വ്യത്യാസമാണ്. ജ എന്നത് ഷിദ്ദത്തിന്റെ അക്ഷരാണെന്ന് പറയും. നമ്മള് തജ്വീദൊക്കെ പഠിക്കുമ്പോൾ അക്ഷരങ്ങളെ കാറ്റഗറൈസ് ചെയ്യും. ഖിഫത്തിന്റെ അക്ഷരം കനം കുറഞ്ഞത്, ജീം ഷിദ്ദത്തിന്റെ അക്ഷരം കനം കൂടിയതാണ്. മേലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഖാഫാണെങ്കിലോ ഖിഫത്തിന്റെ അക്ഷരം കനം കുറഞ്ഞ അക്ഷരം, താഴേക്ക് ഇറങ്ങാൻ എളുപ്പമാണ്, തകരാൻ വളരെ എളുപ്പമാണ് അല്ലെ. മേലോട്ട് കയറാൻ കുറച്ച് പ്രയാസം വരും. അതുകൊണ്ട് മേലോട്ടുള്ള സ്റ്റെപ്പുകൾക്ക് ദറജാത്ത് എന്ന് പറയാം, താഴേക്കുള്ളതിന് ദറഖാത്ത്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ദറജാത്തുകൾ ഉയർത്തിക്കൊണ്ടുപോയ സംഭവമാണ് മിഅ്റാജ്. മിഅ്റാജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും എലിവേറ്റർ, അല്ലെങ്കിൽ മേലോട്ട് കയറുന്നത്, മേലോട്ട് കയറാൻ സഹായിക്കുന്നത്, മേലോട്ടുള്ള കയറ്റം, അസെൻഷൻ ആൻഡ് എലിവേഷൻ, ഇതിനൊക്കെ മിഅ്റാജ് എന്ന് പറയും. എന്താണ് ഇസ്രാഉം മിഅ്റാജും? സുബ്ഹാനല്ലാഹ്. ഒഫീഷ്യലി നമുക്കൊക്കെ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു ഒഴിവു ദിവസമായിരുന്നു ഇസ്രാ മിഅ്റാജിന്റെ ഒഴിവു ദിവസം. നമ്മൾ എന്ത് മനസ്സിലാക്കി എന്താണ് ഇസ്രാ മിഅ്റാജ്? പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട, തങ്ങൾക്ക് ലഭിച്ച മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അൽ മുഅ്ജിസത്തുൽ ഉളുമ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇതിനോളം വലിയ മുഅ്ജിസത്ത് ഇന്ന് ലോകത്തില്ല. അത് കാണാനുള്ള കണ്ണോ അതറിയാനുള്ള ബുദ്ധിയോ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്, അല്ലാഹുവിന്റെ കലാം. അത് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ, അതിലേറ്റവും വലിയ അത്ഭുതം സംഭവിച്ചതാണ് ഇസ്രാ മിഅ്റാജ്. രാത്രിയിലെ ഒരല്പസമയം കൊണ്ട് അല്ലാഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയ ഒരു യാത്രയാണല്ലോ ഇസ്രാ മിഅ്റാജ്. ഇസ്രാ ഭൂമിയിലാണ്, മിഅ്റാജ് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള യാത്രയാണ്. അതൊരു അത്ഭുതമാണ്. അത്ഭുതമെന്ന് മാത്രം പറഞ്ഞാലായില്ല, അതൊരു മുഅ്ജിസത്താണ്, മിറക്കിൾ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംറുൻ ഖാരിഖുൻ ലിൽ ആദ തദ്ഹറു അലാ യദൈ മുദ്ദഇ നുബുവ്വ, അല്ലേ? നുബുവത്ത് വാദിക്കുന്ന ഒരു ആളിന്റെ, ഒരു നബിയുടെ കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് വെച്ചിട്ടുള്ള ഫിസിക്കൽ റൂൾസ്, അല്ലാഹുവിന്റെ ഭൗതിക നിയമങ്ങൾ, ഈ നിയമങ്ങളെ മറികടക്കുന്നത് അല്ലാഹു നബിയാക്കന്മാർ അവരുടെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം വാദിക്കുന്ന ഒരാൾ, നബിയായ ഒരാൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ, അല്ലാഹുവിന്റെ പ്രപഞ്ച നിയമങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി പോന്ന സംഭവങ്ങളെ അതിനെ മറികടന്നുകൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. ഇസ്രാ മിഅ്റാജ് മുഅ്ജിസത്താണ്. അത് മുഅ്ജിസത്താകയാൽ അത് സയൻസ് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ന്യൂട്ടന്റെ റിലേറ്റിവിറ്റി തിയറി കൊണ്ടോ, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ എനർജി തിയറി കൊണ്ടോ ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇംപോസിബിൾ. കാരണം അത് മുഅ്ജിസത്താണ്. ഇത് പറയേണ്ടത് മുഅ്മിനീങ്ങളോടാണ്. യുക്തിവാദികൾക്ക് ഇതിൽ ചർച്ചയിലെ അവർ പങ്കെടുക്കേണ്ടതില്ല. കാരണം യുക്തിവാദികൾക്ക് ഇത് മനസ്സിലാവില്ല. ഈമാനുള്ള ആളുകളോടാണ് ഖുർആൻ പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പ്രചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കപടവിശ്വാസികൾ ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ ആരാണ് ഉറച്ച മുഅ്മിനീങ്ങൾ, ആരാണ് സംശയക്കാർ? ഈ സംശയക്കാർ പൊയ്ക്കോട്ടെ, ഉറച്ചവർ മാത്രം ഹബീബിന്റെ കൂടെ നിന്നാൽ മതി എന്ന് അള്ളാഹു നിശ്ചയിച്ച സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. 12 ആളുകൾ മുർത്തദ്ദായി പോയില്ലേ ഇസ്രാ മിഅ്റാജ് സംഭവത്തിന്റെ ശേഷം? അതൊരു സ്വപ്നമല്ലല്ലോ.
സ്വപ്നമാണെങ്കിൽ ആളുകൾ എന്തെല്ലാം സ്വപ്നം കാണും. ഒരു വിസയും പാസ്പോർട്ടും ഇല്ലാതെ എവിടൊക്കെ നമ്മൾ പോയിട്ട് വരും സ്വപ്നത്തിൽ. ആർക്കെങ്കിലും ഒരു ഒബ്ജക്ഷൻ കാണുമോ? ഇല്ല. സ്വപ്നമാണ്, എന്തുമാകാം. അല്ല, അങ്ങനെയെങ്കിൽ മുർത്തദ്ദാവേണ്ട ഘട്ടത്തിലെത്തുമോ? ഇത് അവിടുത്തെ ശരീരത്തോടുകൂടെ റൂഹോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധാനത്തേക്ക് വിളിച്ചു കൊണ്ടുപോയതിനെടുത്ത സമയം ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര, ആ യാത്ര കഴിഞ്ഞ് 7 ആകാശങ്ങളും കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് ലൈലൻ, ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് എ ടൈം, വളരെ കുറഞ്ഞ സമയം രാത്രിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതൊരു മുഅ്ജിസത്തായിരുന്നു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു സുബ്ഹാന. സൂറത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞ അൽ-കഹ്ഫ് സൂറത്തിന്റെ തൊട്ടുമുള്ള സൂറത്ത്, ആ സൂറയിൽ 1-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത്. ആ സൂറയിലെ 1-ാമത്തെ ആയത്തിന്റെ പേരിലാണ് സൂറത്തുൽ ഇസ്രാ എന്ന് അല്ലാഹു പേര് വെച്ചത്. ഒറ്റ ആയത്തേ ഉള്ളൂ. അതേ സൂറത്തിൽ 60-ാമത്തെ ആയത്തിൽ ഒരു ചെറിയ പരാമർശം വരുന്നു. ഈ 1-ാമത്തെ ആയത്തും 60-ാമത്തെ ആയത്തും കഴിഞ്ഞാൽ സൂറത്തുൽ ഇസ്രായിലെ 111 ആയത്തുകളിൽ ഇസ്രാ മിഅ്റാജിനെ പറ്റി ഒരു ചർച്ചയേ ഇല്ല. 2 അത് 1-ാമത്തെ ആയത്തിൽ മാത്രമേ ശരിക്കും പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതൊന്നും പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ഇത് മുഅ്ജിസത്ത. അതുകൊണ്ട് അല്ലാഹു തുടങ്ങുന്നു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ്. എപ്പോ പരിശുദ്ധനാണ്? സുബ്ഹാന എന്നത് ദവാമിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഉണ്ടാകുന്നതിന്റെ മുമ്പും അല്ലാഹു സുബ്ഹാനയാണ്, അതിന്റെ ശേഷവും അല്ലാഹു സുബ്ഹാനയാണ്. ഈ ഖലായിഖുകളും അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ ഇവിടെ നിന്നില്ലാതെയായി പോയാലും അല്ലാഹു സുബ്ഹാന ഈസ് എക്സാൽറ്റഡ്. അല്ലാഹു ഏറ്റവും പരിശുദ്ധനാണ്. ആരും ഇവിടെ വേണമെന്ന് ആവശ്യമില്ല. അല്ലാഹു സ്വയമേ അതാ വാക്കിന് അല്ലാഹുവിനെ പരിശുദ്ധനാക്കുന്നു എന്ന് പറയരുത്. നാം സുബ്ഹാന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പരിശുദ്ധൻ നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നതിനർത്ഥം പറയേണ്ടത് സുബ്ഹാന. ഇങ്ങനെ എവിടെയെല്ലാം അല്ലാഹു സുബ്ഹാന എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനുടനെ വരുന്ന വിഷയം അത്ഭുതമുള്ള വിഷയങ്ങളെ അല്ലാഹു പറയും. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. നിങ്ങൾ പ്രഭാതത്തിലാകുന്ന നേരവും പ്രദോഷത്തിലാകുന്ന നേരവും അല്ലാഹു പരിശുദ്ധൻ തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കോളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധിയുടെ വലിയ അടയാളമാണല്ലോ പ്രഭാതം നടക്കുന്നതും പ്രദോഷം നടക്കുന്നതും. അസ്തമിച്ചില്ലേ സൂര്യൻ? ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം പ്രഭ നൽകി ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് ഉദിക്കുന്ന അല്ലാഹു പ്രകാശം കൊണ്ട് ഉദിക്കാൻ അനുവദിച്ചാൽ, നമുക്ക് ജീവനുണ്ടെങ്കിൽ അത് കാണാൻ അനുവദിച്ചെങ്കിൽ സ്വഭാവ പ്രഭാതം വരികയാണ്. ഇതാണ് ഈ അത്ഭുതങ്ങളൊക്കെ. ചാർജ് മങ്ങുന്നില്ലല്ലോ. നമ്മൾ വാങ്ങിക്കുന്ന ടോർച്ചല്ലല്ലോ ഈ സൂര്യൻ. അതിന് റീചാർജ് ആരതിന് ചാർജ് ചെയ്യുന്നത്? വെളിച്ചം കൂടിയോ കുറഞ്ഞോ ഉള്ള വോൾട്ടേജിന്റെ വല്ല വ്യത്യാസത്തിന് നടന്നോ? എത്ര മനോഹരമാണ് ഇത് പറയാൻ അല്ലാഹു സുബ്ഹാന പ്രയോഗിച്ചു. അല്ലാഹു പരിശുദ്ധനാണ് എന്ന് എപ്പോഴും പരിശുദ്ധനാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അതാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയാണ് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ സബ്ബഹ, അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് പരിശുദ്ധിയെ വാഴ്ത്തി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പറഞ്ഞു യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രസന്റ് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയുമാണെങ്കിൽ മനുഷ്യ ഫസബ്ബിഹ്
ബിസ്മി റബ്ബിക് ഫസബ്ബിഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നീയും വാഴ്ത്തിക്കോളൂ എന്ന് അല്ലാഹു മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നു. ഫസബ്ബിഹ്, നീയും തസ്ബീഹ് ചൊല്ലി. മനുഷ്യ, പ്രപഞ്ചത്തിലെല്ലാം തസ്ബീഹ് ചൊല്ലുകയാണ്.